ഈ മറ്റത്തൂർ എപ്പിസോഡിൻ്റെ രത്നച്ചുരുക്കം ഞാൻ പറയാം. 25 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്ത്. അവിടെ 2025 നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയത് 10 സീറ്റ്, UDFന് കിട്ടിയത് 8 സീറ്റ്. അക്കൂട്ടത്തിൽ 2 UDFകാർ വിമതരായി ജയിച്ചു. NDAക്ക് കിട്ടിയത് 4 സീറ്റ്. UDFകാർ ഈ വിമതരായ 2 UDFകാരോട് സംസാരിച്ച് 10-10 ആക്കി ടോസിലൂടെ ഭാഗ്യപരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിബുദ്ധിയും സമർത്ഥരുമായ മറുചേരി, അവരെ അതിബുദ്ധിക്കാരെന്നൊന്നും പറയണ്ട, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പാർട്ടിക്കാരും ചെയ്ത പണി ചെയ്തു. ഈ 2-ൽ നിന്ന് 1 പൊക്കി അവിടെ 11 ആക്കി. അപ്പോൾ 11 ആക്കിയപ്പം എന്ത് സംഭവിച്ചു? ഈ ജയിച്ച 8 UDF കൗൺസിലർമാരുടെ വാശിയും വൈരാഗ്യവും വർദ്ധിച്ചു. ആ വർദ്ധിക്കുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ സാർവദേശീയ നിലപാടുകളോ മതനിരപേക്ഷ കാഴ്ചപ്പാടോ ആൾ ഇന്ത്യ കാഴ്ചപ്പാടോ ഒന്നുമില്ല. ഇവരോടുള്ള വൈരാഗ്യമേ ഉള്ളൂ. പക്ഷേ ഇവരെന്ത് ചെയ്തു? പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇങ്ങനെ തങ്ങളുടെ ചേരിയിൽ നിന്ന് ഒരുത്തനെ തപ്പിക്കൊണ്ട് പോയവനെ തിരിച്ചു പണിയണം. അതിനെന്താ മാർഗം? ഒന്നെങ്കിൽ BJPക്കാരെ ഇവർ കോൺഗ്രസ്സായിട്ട് നിന്നുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർക്കണം, അല്ലെങ്കിൽ ഇവർ കോൺഗ്രസ്സായിട്ട് നിന്നുകൊണ്ട് തന്നെ BJPയെ പിന്തുണയ്ക്കണം. അപ്പോൾ ആർക്ക് ക്ഷീണം വരും? കോൺഗ്രസ് ഇതാ BJP ചേർന്നേ എന്ന് വരൂല്ലേ? എന്നാൽ ഈ ചതി ചെയ്തവരോട് തിരിച്ച് പ്രതികാരം ചെയ്യുകയും വേണം. അവർ കണ്ടെത്തിയ മാർഗമാണ് ഇവർ 8 പേരും കോൺഗ്രസ്സിൽ നിന്നങ്ങ് രാജിവെച്ചു. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇതിൽ നിന്നങ്ങ് വിമുക്തമായി. അവരുടെ ഫോർമുലയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വിമതയായ UDF പ്രസിഡൻറ്റിന് പിന്തുണ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ 8 പേരും BJPക്കാർ 4 പേരും കൂടി ആർക്ക് പിന്തുണ കൊടുത്തു? കോൺഗ്രസ് വിമതയ്ക്ക് പിന്തുണ കൊടുത്തു. അപ്പോൾ അവർ ജയിച്ചു. ഇത്രയേ ഉള്ളൂ സംഗതി. അല്ലാതെ ഇവർ 8 പേരും രാജിവെച്ച് BJPയിൽ ചേർന്നുമില്ല. ഇവർ 8 പേരും രാജിവെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ഇല്ല 2-ൽ നിന്ന് 1 തപ്പിക്കൊണ്ട് പോയതുകൊണ്ടാണ്. നമ്മൾ സാറിന് പറയത്തില്ലേ, കിടന്ന് പെടുക്കുന്നവൻ്റെ അടിയിൽ ഓസിട്ട് പെടുക്കണമെന്ന് പറയുന്നത് പോലെ അവർ ഓസിട്ട് പെടുത്തതാണ്, അല്ലാതെ അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഇനി ബാക്കി കാണാം. ഈ കേരളത്തിലെ വിചിത്രമായൊരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ 2 മുന്നണികൾ 2 എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. LDF മുന്നണി അവരുടെ സംഘടനാപരമായ കരുത്ത് കാട്ടി വളരെ അവരുടെ സംഘടനയെ ഡിഫെൻഡ് ചെയ്ത് ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് സംഘടനയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അവർ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇതുവരെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അവർ തയ്യാറായില്ല. പിന്നെ വാസുവിനെതിരെ നടപടിയൊന്നും എടുത്തില്ല എന്ന് മാത്രവുമല്ല, ഇപ്പോൾ തലശ്ശേരിയിലെ നഗരസഭാ ചെയർമാനായി കാരായി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന TP വധക്കേസിലെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് സ്റ്റേയിൽ കഴിയുന്ന ഒരാളിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റോ മറ്റോ ആക്കി അങ്ങ് തീരുമാനമെടുത്തു. നമ്മളത് നോക്കുമ്പോൾ ഈ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്നൊരു ചിന്ത ഇവർക്കില്ലല്ലോ എന്ന് വിചാരിക്കും. അതതിൻ്റെ ഒരു എക്സ്ട്രീമാണ്. പക്ഷേ മറുവശത്ത് പിന്നെ അതുപോലെ കുഞ്ഞഹമ്മദിൻ്റെ കേസ് അത് വന്നപ്പോൾ അവരെത്ര സമയം കൊടുത്തു, അതിൻ്റെ അതിൻ്റെ നയപരമായ രീതിയിൽ അവരെ അതിനെ മാനേജ് ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസ്സുകാരെല്ലാം ഇപ്പം ഈ ഇംപ്രഷൻ അടിച്ചിരിക്കുക. ഇംപ്രഷൻ അടിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദർശം അങ്ങോട്ട് മൂത്ത് തലയിൽ കയറിയിട്ട് എന്താ നടക്കുന്നതെന്ന് നോക്കൂല. പത്രവാർത്തയിൽ എന്തെങ്കിലും കണ്ടാൽ അതിൻ്റെ ചില നേതാക്കൾ ഇങ്ങനെ ആദർശം നഖം വരെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇറങ്ങി, എന്നിട്ട് അതിൻ്റെ ഒരു ആദർശത്തിൻ്റെ ഓട്ടാണ് ഈ കിട്ടുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സത്യത്തിൽ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷത്തിൽ മാത്രം ഒരു മുന്നണിയെ സഹിക്കുന്ന ഗവൺമെൻറ് 10 വർഷം കൊണ്ട് ഉണ്ടായ ഒരു നെഗറ്റീവ് സംഗതിയും പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള സംഗതികളുമൊക്കെ വെച്ച് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ട് കിട്ടുന്നത്. അതിന് പകരം ഈ നയത്തിൻ്റെ കംപ്രഷനാണ്, ഈ നയത്തിൻ്റെ ഇംപ്രഷനാണെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഞാനിത് പറയാൻ വന്നത് തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ എന്തോ ആനമുട്ട വീണു എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിലെ പ്രചരണം മൊത്തം. ഞാനും വിചാരിച്ചു കോൺഗ്രസിൽ നിന്ന് 8 പേർ രാജിവെച്ച് BJPയിൽ ചേർന്നു. ഭയങ്കര തലക്കെട്ട്. ഈ ഒരു പാർട്ടിയിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിന് നക്കി അപ്പുറത്ത് പോയ സരിനൊക്കെ വെച്ചങ്ങ് എഴുതുകയാണ്. ഇതിനു മുമ്പ് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോഴും ഇതുപോലെ മണിക്കൂർ വെച്ച് ഈ ചാനലുകാർ കംപ്രഷൻ അടിപ്പിക്കുന്നത് അനുസരിച്ച് ഇംപ്രഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ നേതാക്കൾ. ഞാൻ അപ്പം വാർത്ത കൊടുക്കാൻ അതിൻ്റെ സംഗതിയൊക്കെ ആയിട്ട്. ഏതായാലും അവനൊരു പരുവത്തിലെത്തി. എന്നാലും ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു ക്രിസ്തുമസ് ആശംസ ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തപ്പോൾ 1,00,000 പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും സാമൂഹ്യ മാധ്യമ പ്രതലത്തിൽ അവന് പിന്തുണയുണ്ട്. അതൊന്നും PR വർക്ക് ഏജൻസി എന്നൊക്കെ നമ്മുടെ അരുൺകുമാർ അതിലെ കിടന്ന് ചലിക്കുന്നെങ്കിലും അതൊക്കെ ജനങ്ങൾക്ക് എന്തോ കാരണം കൊണ്ട് അവനെ ഇഷ്ടമാണ്. അവൻ ചെയ്ത പ്രവൃത്തിയൊന്നും ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അതിലെല്ലാം അങ്ങ് ഈ ഇംപ്രഷൻ അടിക്കാൻ വേണ്ടി കംപ്രഷൻ അടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് മറ്റത്തൂർ നടന്നത്. മറ്റത്തൂർ എന്താ നടന്നത്? 25 വർഷമായി മറ്റത്തൂർ പഞ്ചായത്ത് LDF ഭരിക്കുന്നു.
ആ ഭരിക്കുന്ന പഞ്ചായത്തിൽ വളരെ വ്രണിത ഹൃദയരായ ഒരുപാട് പേരുണ്ട്. ഒരു ആളിൻ്റെ കഥ പറയുന്നുണ്ട്. അയാൾ ഒരു വർക്ക് എടുക്കാനോ മറ്റോ അവിടെ വന്നൊരു കട്ടക്കമ്പനി തുടങ്ങി. അയാളെ പീഡിപ്പിച്ച് ഒരു പരുവമാക്കി. അയാളെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. അവസാനം അയാൾ കട പൂട്ടേണ്ടി വന്നു. അയാൾ ഭയങ്കര വൈരാഗ്യത്തോടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അവിടെ പ്രവർത്തനം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഈ രാജിയുടെ വാർത്ത കണ്ടപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം രാജിവെച്ച് BJPയിൽ ചേർന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലസിതാ പാലക്കലിനെ പോലുള്ള വിദ്വേഷവാദിനികളായ ചേച്ചിമാരും അങ്ങ് മൂത്ത്, ഇങ്ങനെ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. എന്താ അവിടുത്തെ സംഭവം? ശാന്തമായി ഓർത്താൽ യഥാർത്ഥത്തിൽ അവരെ സസ്പെൻഡ് ചെയ്തത് ആരോടെ കൂടിയനാ? എന്താ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം? അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ LDFന് 10 സീറ്റ് കിട്ടി, UDFന് 8 സീറ്റ് കിട്ടി, NDAക്ക് 4 സീറ്റ് കിട്ടി. NDAക്കാണ്, BJPക്ക് മാത്രമല്ല, BDJSനും ഏതാണ്ടൊന്ന് കിട്ടി അവിടെ. അപ്പോൾ NDAക്ക് 4 സീറ്റ് കിട്ടി. അവിടെ UDF വിമതരായിട്ട് 2 പേര് ജയിച്ചു. UDF വിമതരായിട്ട്, BJP വിമതരായിട്ടല്ല, BJPയുടെ ആളായിട്ടല്ല, ഒന്നുമല്ല, UDF വിമതരായിട്ട് 2 പേര് ജയിച്ചു. ഈ 2 പേര് ജയിച്ചതിൽ നിന്ന് ഒരു UDF വിമതനെ LDF തന്നെ തപ്പി കൈവച്ചിരുന്നത്. അപ്പോൾ എന്താ ചെയ്തത്? ഈ 8 കോൺഗ്രസ്സിലെ മെമ്പർമാർ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച് UDF വിമതയെ പിന്തുണച്ചു. ആ UDF വിമതയെ ആര് പിന്തുണച്ചു? NDAക്കാരും പിന്തുണച്ചു. പിന്തുണച്ചപ്പോൾ എന്തായി? UDF വിമത പ്രസിഡൻ്റായി. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ ഇവർ 8 പേരും BJP ചേർന്നില്ല, BJPക്കാരും കോൺഗ്രസ്സിലും ചേർന്നില്ല. ഇവരെന്തുകൊണ്ടാണ് രാജിവെച്ചതെന്ന് ചോദിച്ചാൽ, പാർട്ടി വിപ്പ് കൊടുത്താൽ ഇവർക്ക് ലംഘിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇനി പാർട്ടിയുടെ വിപ്പ് വാങ്ങിച്ചാലുള്ള സ്ഥിതി എന്തുവാ? വീണ്ടും ഈ 25 വർഷം ഭരിച്ചിരുന്നവർ തുടർന്ന് ഭരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രാദേശികമായൊരു വൈരാഗ്യം ഉണ്ടായിട്ട് വളരെ സേഫായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവരെടുത്തു. അവരൊരുമിച്ച്, അതിനകത്ത് മുസ്ലിം മെമ്പർമാരും ഉണ്ട്, അവരൊരുമിച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറയുന്നൊരു തീരുമാനം വളരെ ആസൂത്രിതമായി എടുത്ത് എന്ത് ചെയ്തു? 25 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരിൽ നിന്ന് മോചനം കിട്ടണം എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ടാക്കി. അതിൽ പിന്തുണച്ചത് BJPക്കാരിയല്ല, പിന്തുണച്ചത് UDFൻ്റെ വിമത പ്രസിഡൻറ്റിനെയാണ്. അത്രയേ ഉണ്ടായുള്ളൂ സംഭവം. പക്ഷേ ഇതൊന്ന് പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെയാ സംഭവിച്ചതെന്ന് പറയുന്നതിന് പകരം മറ്റത്തൂരിൽ അവരെ മറിച്ചിട്ടു. മറ്റോനടാ, ആ പ്രതിപക്ഷ നേതാവടാ, രമേശ് ചെന്നിത്തലയടാ, KC വേണുഗോപാലടാ, ഇങ്ങനെ കിടന്നങ്ങ് തുള്ളുക. യഥാർത്ഥത്തിൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പക്വതയോട് ആലോചിച്ച് ഒരു സംഗതി തീരുമാനിച്ച് അതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് പഠിച്ച് അതിനകത്തൊന്ന് ഡിഫെൻഡ് ചെയ്യാനോ ഒരു നിലപാടെടുക്കാനോ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് ആളുണ്ടാവുക? എന്നിട്ട് ഈ നിലപാടെടുക്കുന്നവരോ എല്ലാവരും അവരവരുടെ ഗ്രൂപ്പുകളിൽ ചേർന്ന് അവരവരെ ബൂസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഈ പാവപ്പെട്ടവരുടെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ബഹുമാന്യരായ നല്ലവരായ കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ കംപ്രഷൻ അടിച്ച് ഇംപ്രഷൻ അടിക്കരുത്. ഒരു സംഗതി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നെങ്കിലും ഒന്ന് പഠിക്കാൻ തയ്യാറാകണം, പ്ലീസ്. അത്രയേ ഉള്ളൂ.